രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിട്ട് CPM ജനപ്രതിനിധി. കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം വേദി പങ്കിട്ടത്. രാഹുലിനെതിരെ ലൈംഗികാരോപണത്തിൽ CPM-ഉം അവരുടെ യുവജന സംഘടനകളും പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിനിടയിലാണ് CPM ജനപ്രതിനിധി MLA-യോടൊപ്പം വേദി പങ്കിട്ടത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, പറയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പെൺകുട്ടികളുടെ ലൈംഗിക പീഡന ആരോപണവും അതുപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പ്രചരിച്ചതിന് പിന്നാലെ വ്യാപക പ്രതിഷേധമായിരുന്നു പാലക്കാട് ഉയർന്നത്. പ്രത്യേകിച്ച് CPM-ഉം അതുപോലെ തന്നെ CPM-ൻ്റെ യുവജന സംഘടനയായ DYFI-യും ഉൾപ്പെടെ സമര രംഗത്ത് ഉണ്ടായിരുന്നു. DYFI ഈ രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുത്താൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തും എന്നുമൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ CPM-ൻ്റെ ഒരു ജനപ്രതിനിധി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ടിരിക്കുകയാണ്. CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായ ലതയാണ്, M. ലതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നത്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ലത പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ DYFI മറ്റുമൊക്കെ രാഹുലുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല. CPM-ഉം സമാന രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത്. രാഹുലുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല, രാഹുലിൻ്റെ പൊതുപരിപാടികളും മറ്റുമൊക്കെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് CPM-ൻ്റെ തന്നെ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണമുള്ള ഏക പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനമാണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. ആ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ പ്രസിഡന്റ് തന്നെ രാഹുലുമായി വേദി പങ്കിട്ടിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.